ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് നോക്കാം. കണ്ടോ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന സണ്ണിൻ്റെ എനർജിയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നോ എന്നാണ്. അതായത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ വിളിക്കണമെന്ന് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ചില സമയത്ത് നിങ്ങൾ എൻഡായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയായാലും ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇന്നത്തെ വിഷയത്തിൽ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കരുത്, കോൾ ചെയ്യരുത്, നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അത് കൂടത്തേയുള്ളൂ. അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും ആഗ്രഹം കൊണ്ടായിരിക്കാം നിങ്ങൾ വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു പോകുന്നത്. അപ്പോൾ അത്തരക്കാരോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകും തോറും ചിലപ്പോൾ അത് നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകരുത്. ചിലപ്പോൾ ആ ആൾ നിങ്ങൾക്ക് വില തരാത്ത ആളായിരിക്കാം, നിങ്ങളെ ശ്രദ്ധിക്കാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പരിഗണന തരാത്ത ആളായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഹം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്ക് എൻ്റെ വ്യക്തിയെ വിളിക്കണം, അല്ലെങ്കിൽ ചില കാര്യത്തിന് നിങ്ങൾക്ക് ചില കാര്യം എന്ത് തന്നെ ആയാലും, ഇപ്പം നിങ്ങൾ എന്താണോ ഇന്നത്തെ ദിവസം ഫോക്കസ് കൊടുക്കുന്നത്, ഇന്ന് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് പല സിറ്റുവേഷനിലും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ന് വെച്ച് അത് തീർത്തും വേണ്ട എന്നല്ല, ഇന്ന് വേണ്ട, ഇന്ന് ചെയ്യണ്ട എന്ന് വെച്ച് നിങ്ങളുടെ വ്യക്തിയെ വിളിക്കേണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നില്ല, മെസ്സേജ് അയക്കേണ്ട എന്ന് പറയുന്നില്ല. ഇപ്പോൾ അത് വേണ്ട, ആ ഒരു സമയം നല്ലതല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇവിടെ മനസ്സിന് ചില ആൾക്കാരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ 8 ഓഫ് ഷോർട്സിൻ്റെ എനർജി, അതായത് ഒരു മാനസികമായിട്ട് ബന്ധിച്ചൊരവസ്ഥ, അല്ലെങ്കിൽ കെട്ടിയിട്ടൊരവസ്ഥ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരിക്കാം. ചില ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വല്ലാതെ ചില ജോലി സ്ഥലത്ത് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ചില അസുഖങ്ങളാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾക്ക് ഈ സമയത്ത് അത്രത്തോളം മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പലർക്കും ചില റിലേഷൻഷിപ്പിനെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ പറയുന്ന റിലേഷൻഷിപ്പിനെ കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് എടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എല്ലാ കാര്യത്തിലും നിങ്ങൾക്കതിൽ നിന്ന് വേണമെങ്കിൽ പുറത്ത് കിടക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുക. അതായത് അത്രത്തോളം മൈൻഡ് പറ്റുന്നില്ല നിങ്ങൾക്ക്. ചിലത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നും നിങ്ങളുടെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നമുക്ക് കാണാം. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കരുത്. നിങ്ങൾ ആരുടെയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ വേറെ എന്തിലെങ്കിലും നിങ്ങൾ ആ ഒരു സന്തോഷം നിങ്ങൾ കണ്ടെത്താം.
ഈ സമയത്ത് നിങ്ങൾ അത്രത്തോളം മാനസിക അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പുറത്ത് കിടക്കും, പക്ഷേ നിങ്ങൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ഈ സമയത്ത് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകില്ല, എന്നും ഇതുപോലെ തന്നെ നിങ്ങൾ പോകില്ല, ഇതിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും. പക്ഷേ ഇവിടെ നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം പോസിറ്റീവാക്കി വെക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജി. അതായത് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടിയത് ലെറ്റ് ഗോ ചെയ്യാനാണ്. അപ്പം നിങ്ങൾ ചില ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാകാം, ഇതിൽ നിന്നും അതാണ് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കാത്തത്. നമുക്ക് കാണാം 8 ഓഫ് ഷോർട്സും അതേപോലെ. അപ്പോൾ ഈ കാർഡ്സൊക്കെ വന്നത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് തന്നെയാണ്. അതായത് പേജ് ഓഫ് വാൻസ്, 8 ഓഫ് ഷോർട്സ്, അതേപോലെ 8 ഓഫ് കപ്സ്. ഇത് മൂന്നും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ പറയാണ് നിങ്ങൾ ചില ടോക്സിക് ബന്ധം ഈ പറയുന്ന പോലെ തന്നെയാണ് മൈൻഡ് പോസിറ്റീവാക്കി വെക്കുക, എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ അത് അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങളിലേക്ക് പോസിറ്റീവ് വരും. ഇവിടെ ചില ആൾക്കാരുടെ നിന്ന് നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആകാം, ടോക്സിക് എന്തും ആവാം, അത് ജോലിയാകാം. ചിലത് നിങ്ങൾക്ക് വേണ്ട എന്ന്, ചില ജോലിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം. ചിലത് നിങ്ങൾ വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങൾ സമർപ്പിക്കുക എന്നതാണ് പറയാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫിനാൻസിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരോടും ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തടത്ത് നിങ്ങൾ നിൽക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ ഒരു മാറ്റം അത് നിങ്ങൾ കൊണ്ടുവരണം. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം, അവിടെ തന്നെ നിൽക്കരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. റിലേഷൻഷിപ്പിലായാലും അങ്ങനെ തന്നെ, അവിടെ തന്നെ നിൽക്കരുത്. അതിൽ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തണം. നിങ്ങൾ വരുത്തിയില്ലെങ്കിൽ അത് എന്നും ആ ഒരു സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് തുടരേണ്ടി വരും, അതിൽ തന്നെ നിൽക്കേണ്ടി വരും. ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് പോകുന്നിടത്താണ് നമ്മൾക്ക് നല്ലത് വരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയായാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളെ അവർ തിരിച്ചറിയാത്തത്? നിങ്ങൾ കൂടുതൽ അവരെ ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ മെയിൻ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്ക് അതിന് രക്ഷപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ്. മൈൻഡ് എപ്പോഴും ഒരു കെട്ടിയിട്ടതുപോലെ അല്ലെ ബന്ധനത്തിൽ അകപ്പെട്ടതുപോലെ ചിലപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾ തന്നെ ശ്രമിക്കുക, നിങ്ങൾ അതിൽ നിന്നും മാക്സിമം പുറത്ത് കിടക്കാൻ ശ്രമിക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ചില റിലേഷൻഷിപ്പിൽ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യൂ, അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിക്കൂ, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരൂ. നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു 8 ഓഫ് ഷോർട്സിൻ്റെ എനർജിയിലോട്ട് തന്നെ പോകേണ്ടി വരും. ആ ഒരു പോസിറ്റീവ്, അതായത് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഒന്നിനൊരു സന്തോഷം ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. ഫ്രണ്ട്സിനെ കൂടെ നിൽക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്ത് നോക്കൂ, അപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ആയാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന സണ്ണിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, ഇപ്പോഴുള്ള ഈ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചം നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക, യൂണിവേഴ്സിൽ സമർപ്പിക്കുക. നമ്മൾക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഓവറായിട്ട് അത് ചിന്തിച്ച് നമ്മളിങ്ങനെ വേദനിക്കാതെ നിങ്ങളത് യൂണിവേഴ്സിൽ സമർപ്പിച്ച് നോക്കൂ, എല്ലാം ശരിയാവും. നിങ്ങൾക്കിനി നെക്സ്റ്റ് വരുന്നത്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്നത് എന്താ? ആ ഒരു സണ്ണിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം, എന്നാൽ മാത്രമേ അത് നിങ്ങളിലേക്ക് വരൂ. അപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലി, ഒരു മാരേജ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരു മാരേജ്, അതേപോലെ റീയൂണിയൻ, അതേപോലെ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ
അതും ഇനി അങ്ങോട്ട് സണ്ണാണ്. അതായത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചൊക്കെ ഫിനാൻസൊക്കെ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട്. ഒരു സണ്ണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അബണ്ടൻസ്, അതേപോലെ എല്ലാം ആ ഒരു ലൈഫിൽ തന്നെ ഒരു ഗ്രോത്ത്, ആ ഒരു എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ എനിക്ക് യൂണിവേഴ്സ് തന്നൊരു മെസ്സേജാണ്. ഇത് നിങ്ങളുടെ മെസ്സേജാണ്. നിങ്ങൾ അതിനെ സന്തോഷത്തോട് നിങ്ങൾ ഇതിനെ നിറവേറ്റണം എന്നാണ് ഇവിടെ കാണുന്നത്. നിറവേറ്റി അതുമായിട്ട് പൊരുത്തപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ലൊരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലാണ് ഇനി നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം കേട്ടോ. ഇത് ആർക്കൊക്കെ റെസനേറ്റ്, ഇത് ഇങ്ങനെ യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആവും എന്ന് നമുക്ക് അറിഞ്ഞു നോക്കാവുന്ന. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സ് ആർക്കൊക്കെയാണ്, ഇത് ആരോടൊക്കെയാണ് യൂണിവേഴ്സ് ഇന്ന് ഇത് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ലെറ്റർ എഫ് ആണ്. വയനാട് എന്ന് കിട്ടിയിട്ടുണ്ട്. എറണാകുളം, മൂലം 20 എന്ന് കിട്ടിയിട്ടുണ്ട്. 20 മലപ്പുറം, ഗൾഫ് രാജ്യം, ബ്ലൂ കളർ. ലെറ്റർ എ ആണ്. വൈറ്റ് കളർ. ലെറ്റർ ടി ആണ്. ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ഡ്രൈവർ. വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ടാകും. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം. ലെറ്റർ സി ആണ്. സ്റ്റുഡൻറ്റ്, മകം. ഡി ആണ്. ലെറ്റർ ഡി ആണ്. ലോയർ, അത്തം, ചതയം, തിരുവാതിര, സോറി കേട്ടോ, തിരുവനന്തപുരം, തിരുവാതിര, വീണ്ടും വന്നു തിരുവാതിര, അശ്വതി. ലെറ്റർ ഐ ആണ്. നവംബർ, സെപ്റ്റംബർ. റീയൂണിയൻ അതുണ്ടാകും കേട്ടോ, നിങ്ങൾ തമ്മിൽ മിറാക്കിൾസ് ഉണ്ടാവും. അതുപോലെ കാസർഗോഡ്, ഓഗസ്റ്റ്. ലെറ്റർ കെ ആണ്. റെഡ് കളർ, ഉത്രം നക്ഷത്രം. പർപ്പിൾ കളർ. ലെറ്റർ സെഡ് ആണ്. ആർട്ടിസ്റ്റ്, ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം. അനിഴം, മെയ്, യു എന്ന് കിട്ടിയിട്ടുണ്ട്. 11:32. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അങ്ങോട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.